എന്താണ്? സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മാസ്, വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി. ക്ലിയർ അല്ലേ? മാസ്, വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി. എന്താണ് മാസ്? എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? എല്ലാ വസ്തുക്കളും, അതായത് എല്ലാ വസ്തുക്കളും എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഒരു ആറ്റം അല്ലേ? ഒരു ആറ്റം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം എന്താണ് പറയണത്? മാസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. എന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. മാറ്റർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, ആറ്റം. എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത് ഒരു ആറ്റം കൊണ്ടാണ്. അപ്പോൾ ആ വസ്തുവിലുള്ള എല്ലാ വസ്തുവിലുള്ള എന്താണ് മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയാം. മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു പദാർത്ഥം അല്ലേ? ആ പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയാം. എന്താണ്? മാസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. ഒരു ബോഡിയിലുള്ള അല്ലെങ്കിൽ ഒരു വസ്തുവിലുള്ള ഒരു ഒബ്ജക്റ്റിലുള്ള മാറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? അല്ലെങ്കിൽ ഒരു പദാർത്ഥം, ആ പദാർത്ഥത്തിനാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയുക. ക്ലിയർ ആണോ? അതായത് എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ആറ്റം കൊണ്ടാണ്. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? ഒരു ആറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ മാസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ആ ആറ്റത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ആ മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. എന്താണ്? മാസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. ഒരു ബോഡിയിലുള്ള മാറ്ററിൻ്റെ അളവിനെയാണ്, അല്ലെ മാറ്ററിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? എത്രത്തോളം ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? റെസ്പോണ്ട് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ആണോ? അതായത് ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിലുള്ള മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയുക. മാസ് ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. ഈ മാസ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് എഴുതിയില്ലെങ്കിലും എന്തെഴുതിയാൽ മതി? ഇതെഴുതിയില്ലെങ്കിൽ എന്താ? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. അത് എഴുതിയാൽ തന്നെ അതിൻ്റെ ഡെഫിനിഷനായി. മാസിൻ്റെ ഡെഫിനിഷൻ എന്താ എഴുതാ? വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി എന്ന് പറയാം അല്ലേ? അപ്പം തന്നെ എന്തായി? മാസിൻ്റെ ഡെഫിനിഷനായി. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇറ്റ് ഈസ് സെയിം ഇൻ ഓൾ പ്ലേസസ്. എല്ലാ പ്ലേസിലും, എവിടെയാണെങ്കിലും മാസിൽ മാറ്റം വരുമോ? ഏതൊരു സ്ഥലമായിക്കോട്ടെ മാസിൽ മാറ്റം വരുമോ? മാസിൽ മാറ്റം വരില്ല. ഇറ്റ് ഈസ് സെയിം ഇൻ ഓൾ പ്ലേസസ്. എല്ലാ പ്ലേസിലും എന്താണ്? മാസിൽ മാറ്റം വരില്ല. മാസ് എത്രയാണോ അത് എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? മാസ് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിങ്ങൾ ആകെ 5 പേരേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യണം ക്ലാസ്സിൽ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ്
ക്വാണ്ടിറ്റികളുണ്ട്. എന്താ? ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റി, മറ്റൊന്ന് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ ആർക്കെങ്കിലും? സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയോ ആർക്കെങ്കിലും? എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. എന്താണ് മാഗ്നിറ്റ്യൂഡ്? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെന്റ് അല്ലേ, അതുണ്ടായിരിക്കും. പക്ഷെ എന്തുണ്ടായിരിക്കില്ല? ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. എന്തുണ്ടായിരിക്കില്ല? ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, പക്ഷെ എന്തുണ്ടായിരിക്കില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റിയിലും വെക്റ്റർ ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് പഠിക്കുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം നോക്കാം കേട്ടോ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാവും? അപ്പോൾ മൂവ്മെന്റ് പ്ലസ് എന്തുണ്ടായിരിക്കും? ഡയറക്ഷനും ഉണ്ടായിരിക്കും. അതായത് സ്കേലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, എന്തുണ്ടായിരിക്കില്ല? അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇന്ന ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഇന്ന ഇപ്പോൾ ഫോഴ്സിന് പറയുകയാണെങ്കിൽ ഫോഴ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരാളെ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരാളെ നിൽക്കുക, ആളെ ഞാൻ പിടിച്ച് തള്ളിയെന്ന് വിചാരിക്കും, ഒന്ന് പുൾ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുക ചെയ്തേ. ആ ഫോഴ്സ് കൊടുക്കുക മാത്രമല്ല ചെയ്ത, അതിന് എന്തുണ്ടായിട്ടുണ്ട്? ഒരു ഡയറക്ഷനും ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതായത് എൻ്റെ ഫ്രണ്ടിലേക്കാണ് ഞാൻ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തത് അല്ലേ? അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു ഡയറക്ഷനും കൂടി വന്നിട്ടുണ്ട് അല്ലേ? അതാണ് ഒരു ഫോഴ്സാണ് ഒരു എക്സാമ്പിൾ. എന്തിന്? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക്. സ്കേലാർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ എന്താണ്? മാസ്. മാസിൽ പ്രത്യേകിച്ച് ഡയറക്ഷന് വല്ലതും പറയുന്നുണ്ടോ? മാസ് എന്താണ്? ഒരു ബോഡിയിലുള്ള മാറ്ററിൻ്റെ അളവ്. അതിന് പ്രത്യേകിച്ച് ഡയറക്ഷനൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അതിനെ സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത്. മാസിനെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താ? പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനോ ഒന്നും പറയാനായിട്ടില്ല. നമുക്ക് ആകെ എന്താണുള്ളത്? ഒരു ബോഡിയിലുള്ള മാറ്ററിൻ്റെ അളവ്. ആ അളവ് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് അല്ലേ? ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ പറയാനുള്ളൂ നമുക്ക്. അതിലെന്ത് പറയാനില്ല? ഒരു ഡയറക്ഷനോ മറ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. അതുകൊണ്ട് മാസിനെ നമ്മൾ എന്ത് ക്വാണ്ടിറ്റി ആയിട്ടാണ് പറയുക? സ്കേലാർ ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാം, ഏതാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന്. അതിന് ചിലപ്പോൾ എക്സാമ്പിൾസ് ഒരു 4 എണ്ണം തരും, അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യാനായിരിക്കും. എന്താണ് എക്സാമ്പിൾ? മാസ്. മാസ് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്തില്ല? ഡയറക്ഷൻ ഇല്ല. ഫോഴ്സിന് എന്തുണ്ട്? മൂവ്മെൻറ്റും സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു ഡയറക്ഷനും ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് ഫോഴ്സ്? എക്സാമ്പിൾ കേട്ടോ, മൈൻഡിൽ വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി കേട്ടോ. നമ്മളത് പഠിക്കുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാം കേട്ടോ ഒന്നും കൂടി. അപ്പോൾ നമ്മൾ മാസിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. പിന്നെ എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് സെയിം ഇൻ ഓൾ പ്ലേസസ്. എല്ലാ പ്ലേസിലും എന്തായിരിക്കും? മാസിന് മാറ്റം വരില്ല, ഒരേ സെയിം വാല്യൂ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്തില്ല? ഡയറക്ഷൻ ഇല്ല. ക്ലിയർ ആണോ? മാസിനെ കുറിച്ച് ക്ലിയർ ആണോ? ആ, മാസിൽ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? യൂണിറ്റ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ മാസിൻ്റെ യൂണിറ്റ്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ദ യൂണിറ്റ് ഓഫ് മാസ് ഇൻ ഗ്രാമിൻ CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ CGS എന്താണ്? ഈ G ആണ് അല്ലേ? ഗ്രാം.
എന്താണ്? ലെങ്ത്, മാസ്, ടൈം. ഇങ്ങനെയല്ലേ പഠിച്ചത്? ഇതിലെന്താണ്? CGS. എന്താണ്? ലെങ്ത് സെൻറ്റിമീറ്ററിലും മാസ് ഗ്രാമിലും അല്ലേ? അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് എന്താ? മാസിൻ്റെ യൂണിറ്റ് CGS സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? ഗ്രാം ആയിരിക്കും. MK സിസ്റ്റം വരുമ്പോഴോ K ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കിലോഗ്രാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണത്. അതുപോലെ തന്നെ എന്താണ്? FPS സിസ്റ്റം. അതിലെന്തായിരിക്കും യൂണിറ്റ് വരിക? പൗണ്ട് അല്ലേ? CGS സിസ്റ്റത്തിൽ ഗ്രാമാണ്, MK സിസ്റ്റത്തിൽ കിലോഗ്രാം ആണ്, ആൻഡ് FPS സിസ്റ്റത്തിൽ എന്താണ്? പൗണ്ടാണ്. യൂണിറ്റ് ഓഫ് മാസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ? അത് ക്ലിയർ അല്ലേ? അതുപോലെ ഇതിൽ വരുന്നത് ഏതാ? MKS, K, FPS. ഇതിലെന്താ വരുന്നത്? P അല്ലേ? ഗ്രാം, കിലോഗ്രാം ആൻഡ് പൗണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ വയ്ക്കുന്നു? പിന്നെന്താണ്? മാസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ മാസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ഒരു ബോഡിയിലുള്ള എന്തിൻ്റെ അളവാണ്? മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുക. മാസ് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ, ഒരു പദാർത്ഥത്തിൻ്റെ എന്താണ് മാസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി മാസ് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താ? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഇൻറ്റു ഡെൻസിറ്റി. എന്താ പറയുക? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലമായിട്ട് ചോദിക്കാം. ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. അതിൽ ചിലപ്പോൾ നമുക്ക് വെലോസിറ്റി വോളിയം തന്നിട്ടുണ്ടായിരിക്കും, ഡെൻസിറ്റി തന്നിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ പ്രോബ്ലം തരും. എങ്ങനെ ചെയ്യണം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി കേട്ടോ. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻസ് തിയറി കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. എന്താണ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് ചെയ്തിരിക്കുന്നു. അടുത്ത എന്താണ്? അപ്പോൾ നമുക്ക് മാസിൻ്റെ പോർഷൻസ് കഴിഞ്ഞു. നമുക്ക് മാസിൽ ഇത്രേ പഠിക്കാനുള്ളൂ കേട്ടോ. മാസ് എന്താണെന്ന് പഠിച്ചു, മാസിൻ്റെ യൂണിറ്റ്സ് പഠിച്ചു, പിന്നെ എന്തും കൂടി പഠിച്ചു? ഇക്വേഷൻ. മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ 3 കാര്യമാണ് നമ്മൾക്ക് മാസിൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത് നമ്മൾ എന്താ പഠിക്കുന്നത്? വെയിറ്റ്. നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ടായിരുന്നു മാസ്, വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി ആണ്. അപ്പം നമുക്ക് എന്ത് പഠിക്കാം? വെയിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? നമുക്കൊരു വെയിറ്റ് ഉണ്ട് അല്ലേ? ഓരോരുത്തർക്കും ഓരോ വെയിറ്റ് ഉണ്ട്. എന്താ ഈ വെയിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഇത്ര കിലോ ആണ്, ഇത്ര വെയിറ്റ് എനിക്കുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്ര വെയിറ്റ് ആണ്, അല്ല അവൻ ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അല്ലേ? അപ്പോൾ ആ വെയിറ്റ് എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ആ വെയിറ്റ് എന്ന് പറയുക? ഭാരം അല്ലേ? അല്ല, അതിൻ്റെ വെയിറ്റിൻ്റെ മലയാളം എന്താണ്? ഭാരം. ആ ഭാരം എന്താണ്? അതിനെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് പറയാം? ഇപ്പോൾ അവൻ ഇത്ര കിലോ ആണ്, അല്ലെങ്കിൽ ഇത്ര ഭാരം ഉണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ അല്ലേ? അതിനെങ്ങനെ നമുക്ക് സയൻസിൻ്റെ രൂപത്തിൽ നമുക്ക് എങ്ങനെ അത് ഡിഫൈൻ ചെയ്യാം? ആ ഒരു വെയിറ്റിനെ എന്തിനാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയാം? നോക്കാം. വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദി എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിത്ത് വിച്ച് ഈസ് മാസ് ഓഫ് ദി ബോഡി ഈസ് അട്രാക്റ്റഡ് ഓർ പുൾഡ് ബൈ ദി
എർത്ത് ടുവേർഡ്സ് ദി സെൻറ്റർ. എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഭൂമിയിൽ നിൽക്കുന്നത്, അല്ലേ? അല്ലേ? ഭൂമിയിൽ എന്താ നമ്മൾ നിൽക്കാനുള്ള കാരണം എന്താ? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാ, അല്ലേ? ആണോ? അതെ. അതായത് നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങൾ, അതായത് പുറത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചന്ദ്രനിലൊക്കെ എങ്ങനെയാണ്? അവിടെ ഫോഴ്സ് ഉണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ നമുക്ക് ഭൂമിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് എല്ലാം നിൽക്കുന്നത്, അല്ലേ? അതായത് ഭൂമിയുടെ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് എന്തുണ്ട്? ഒരു ഫോഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എല്ലാം നിലനിൽക്കുന്നത്, അതായത് ഭൂമിയിൽ എല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ വെയിറ്റിനെ പറയുന്നത്. ഇങ്ങനെ പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിത്ത് വിച്ച് ദി മാസ് ഓഫ് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ഓർ പുൾഡ് ബൈ ദി എർത്ത് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. എന്താണ്? നമ്മുടെ വെയിറ്റിനെ, അല്ലെങ്കിൽ അതായത് നമ്മുടെ മാസിനെ, ഓരോ വസ്തുവിന് നമ്മൾ മാസ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ആ മാസിനെ എന്ത് ചെയ്യാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ്, വലിക്കുകയാണ്, അതായത് പുള്ള് ചെയ്ത് നിർത്തുകയാണ്. എവിടേക്ക്? എർത്തിൻ്റെ സെൻറ്ററിലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയാണെങ്കിൽ ഇതിൻ്റെ ഈ സെൻറ്ററിലേക്ക് എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുക, ആ ആളെന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? എർത്തിൻ്റെ സെൻറ്ററിലേക്ക്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാ. ഭൂമിയുടെ സെൻറ്ററിലേക്ക്, മധ്യഭാഗത്തേക്ക് എന്ത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാസിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെയിറ്റ് എന്ന്. മനസ്സിലായോ? എത്രത്തോളം ആണ് നമ്മുടെ മാസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയിറ്റ് എന്ന് പറയാം. നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിത്ത് വിച്ച് ദി മാസ് ഓഫ് ദി ബോഡി ഈസ് അട്രാക്റ്റഡ്. നമ്മുടെ മാസ് ഓഫ് ദി ബോഡീനെ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഭൂമിയുടെ സെൻറ്ററിലേക്ക് കേട്ടോ, എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുൾഡ് എന്ന് പറയണ്ട, അട്രാക്റ്റഡ് മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. എത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയിറ്റ് എന്ന് പറയുക. ഓക്കെ, മലയാളം ഞാൻ പറഞ്ഞുതരാം. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി എന്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്? ഭൂമിയുടെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ളത്, അതൊക്കെ നമ്മളൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിൽ പെടുന്നതല്ലേ, അല്ലേ? അതെ. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂട്ടൻ്റെ മറ്റേ ലോ, ഫസ്റ്റ് ലോ എന്താണ്? ആപ്പിൾ വീണപ്പോൾ അതെന്തുകൊണ്ട് താഴേക്ക് വീണു? എന്താ കാരണം? ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ആപ്പിൾ എവിടെ വീണു? താഴേക്ക് വീണു, അല്ലേ? അതെന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല? എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഭൂമിയുടെ ഈ ആകർഷണത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഭൂഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുക. ഭൂമി ആകർഷിക്കുന്ന ഫോഴ്സിനെ നമ്മളെയൊക്കെ ആകർഷിക്കുന്നുണ്ട്, അല്ലേ? ആ പറയുന്ന ഫോഴ്സിന് എന്താ പറയുക? ആകർഷിക്കുന്ന ഫോഴ്സിന് നമ്മൾ എന്ത് പറയും? ഭൂഗുരുത്വാകർഷണം, അല്ലെങ്കിൽ എന്ത് പറയും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാസുള്ള ഒരു വസ്തുവിന് ഭൂമി നൽകുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയിറ്റ് എന്ന് പറയുക. അതായത് ഒരു മാസുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയുടെ
സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷിക്കുന്ന പുള്ളിനെ അല്ലെങ്കിൽ ആ ഫോഴ്സിനെയാണ് എന്ത് പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എന്നെ എത്രത്തോളം, ഇപ്പം ഞാനൊരു 48 കിലോ ആണ്. ആ 48 കിലോ എന്ന് പറയല്ല, അതായത് വെയിറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താ, എന്നെ അത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വലിച്ചുകൊണ്ടിരിക്കുക, പുള്ള് ചെയ്യുക, വലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വെയിറ്റ് എന്താണ്, ആ ഫോഴ്സാണ്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഓക്കെ, ക്ലിയർ അല്ലേ വെയിറ്റ് എന്താണെന്നുള്ളത്? ഇപ്പോൾ വെയിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ ഞാൻ പറയും ഞാൻ ഇത്ര കിലോ വെയിറ്റാണ് അല്ലേ. അപ്പോൾ ആ വെയിറ്റ് എന്താണ്, ഇതിപ്പോൾ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയണം. ഇത്ര വെയിറ്റ് എന്ന് പറയുന്നുണ്ട്, ആ വെയിറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് പറഞ്ഞു കൊടുക്കും, എത്രത്തോളം നമ്മുടെ മാസിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എർത്തിൻ്റെ സെൻറ്ററിലേക്ക്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ പറയുക വെയിറ്റ് എന്ന്. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞെന്നേ, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താ ഞാൻ പറഞ്ഞെന്നേ, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, എന്തുകൊണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഡയറക്ഷൻ എങ്ങടായിരിക്കും ഡയറക്ഷൻ വരിക, ഈ വെയിറ്റിൻ്റെ ഈ സെൻറ്ററിലേക്ക് അല്ലേ, എർത്തിൻ്റെ സെൻറ്ററിലേക്ക് ആയിരിക്കും എന്ത് വരിക, ഡയറക്ഷൻ വരിക അല്ലേ. ഡയറക്ഷൻ ഏതാണ് അപ്പോൾ, എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള പാത്ത്, അതാണ് എന്ത്, ഡയറക്ഷൻ. മനസ്സിലായോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റിന് എന്തുണ്ട്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്തുണ്ട്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇപ്പോൾ ക്ലിയർ ആയോ വെയിറ്റ് മാസും തമ്മിലുള്ള ഡിഫറൻസ്? ക്ലിയർ ആയോ? ഒരെണ്ണം സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ഒരെണ്ണം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ അല്ലേ? പിന്നെ യൂണിറ്റ് ഓഫ് വെയിറ്റ്, അടുത്ത എന്താണ്, യൂണിറ്റ് ആണ് പറയണത്, വെയിറ്റിൻ്റെ യൂണിറ്റ്. ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് എന്ത് പറയും, കിലോഗ്രാം വെയിറ്റ്. എന്താണ്, കിലോഗ്രാം വെയിറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ എന്ത് പറയും, പൗണ്ട് വെയിറ്റ്. എന്താണ് പൗണ്ട് വെയിറ്റ്, എന്താണ്, BWT. എന്താണ്, BWT പൗണ്ട് വെയിറ്റ് കേട്ടോ. പിന്നെന്താണ്, ദി ആബ്സല്യൂട്ട് യൂണിറ്റ് ആർ ഡെയിൻ ആൻഡ് ന്യൂട്ടൺ. എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ എന്താ പറയുക, ന്യൂട്ടൺ ആയിട്ടല്ലേ പറയാ അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ, ന്യൂട്ടൺ. അത് തന്നെയാണ് എന്ത് വരിക, വെയിറ്റിലും പറയുക. കാരണം എന്താ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. എന്താണ്, കിലോഗ്രാം വെയിറ്റ്, പൗണ്ട് വെയിറ്റ്, പിന്നെന്താണ്, ഡെയിൻ ആൻഡ് ന്യൂട്ടൺ. യൂണിറ്റ്സ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മൂന്നെണ്ണാണ് വരുന്നത്, കിലോഗ്രാം വെയിറ്റ്, പൗണ്ട് വെയിറ്റ്, പിന്നെന്താണ്, ഡെയിൻ ആൻഡ് ന്യൂട്ടൺ. ഓക്കെ, അടുത്ത എന്താണ്, വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. വെയിറ്റ് നമ്മൾ എന്താ പറഞ്ഞേ, മാസ് ഉണ്ട്, എന്തുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെയാണ് എന്ത് പറയുക നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെയിറ്റ്, ഒരു സബ്സ്റ്റൻസിൻ്റെ വെയിറ്റിന് എന്താണ് പറയുക, മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ എന്താണ്, W = m × g. എന്താണ് m? m എന്താണ്, മാസ്.
ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വെയിറ്റ് ചോദിക്കാറുണ്ട്, മാസും തരും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തരും കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? വെയിറ്റിൽ എന്തൊക്കെ പഠിച്ചു? വെയിറ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, യൂണിറ്റ്സ് പഠിച്ചു, എന്ത് പഠിച്ചു? വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചു. W is equal to m into G. ഓക്കെ, W is equal to m into G. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനി ഡിഫറൻസാ. നമ്മൾ മാസ് പറഞ്ഞു, വെയിറ്റ് പറഞ്ഞു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ 2 എക്സാം നടന്നതിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇത്, ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷനും യൂണിറ്റ്സും ഇക്വേഷനും പഠിച്ചാൽ തന്നെ 3 ഡിഫറൻസായി. മനസ്സിലായോ? നമ്മളിപ്പോൾ മാസ് പഠിച്ചു, വെയിറ്റും പഠിച്ചു. ആ വെയിറ്റിൽ മാസിൽ വെയിറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഡെഫിനിഷൻ പഠിച്ചു, യൂണിറ്റ്സ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷനും പഠിച്ചു. ഇത് 3 പഠിച്ചു വെച്ചാൽ നമുക്ക് 3 ഡിഫറൻസ് എഴുതാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. ആ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ. എന്താണ്? ആദ്യത്തെ കള്ളി മാസാണ്, പിന്നത്തെ കള്ളി വെയിറ്റിനെ കുറിച്ച് പറയണേ. എന്താണ് ആദ്യത്തെ മാസിൽ പറയുന്നത്? ഇറ്റ് ഈസ് ദി മാറ്റർ കണ്ടെയ്ൻഡ് ബോഡി. അതായത് ബോഡിയിലുള്ള മാറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയുക. അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദി മാറ്റർ കണ്ടെയ്ൻഡ് ബോഡി. ബോഡിയിലുള്ള മാറ്റർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയുക. കറക്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ എഴുതി വെച്ചാലും മതി. നമ്മൾ പഠിച്ചതുപോലെ എന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി, അങ്ങനെയും എഴുതാം കേട്ടോ. നമ്മൾ പഠിച്ച ഡെഫിനിഷൻ ആയാലും എഴുതിയാൽ മതി. പിന്നെ എന്താണ്? വെയിറ്റിൽ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ദി മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് വിത്ത് വിച്ച് ദി ബോഡി ഈസ് അട്രാക്റ്റഡ് ബൈ ദി എർത്ത് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. എർത്തിൻ്റെ സർഫസിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയിറ്റ് എന്ന് പറയുക. വെയിറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും ഫസ്റ്റ് പോയിൻ്റായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിൻ്റ് എന്താ എഴുതണ്ടേ? മാസിൻ്റെ ഡെഫിനിഷനും വെയിറ്റിൻ്റെ ഡെഫിനിഷനും എഴുതാം. രണ്ടിൻ്റെ ഡെഫിനിഷൻ എഴുതിയാൽ തന്നെ ഒരു പോയിൻ്റായി. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിൻ്റ് ഓക്കെ അല്ലേ? ഓക്കെ. എന്താണ് സെക്കൻഡ് പോയിൻ്റ്? എന്താ വരുന്നത്? ഇൻഡിപെൻഡൻറ്റ്. എന്താ ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്ത്? എല്ലാ പ്ലേസിലും എന്താണ്? സെയിം ആണ്. മാസിൽ മാറ്റം വരില്ല. എവിടെയാണെങ്കിലും മാസിന് എന്ത് വരില്ല? മാറ്റം വരില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാസിനെ പറയുന്നത്. ഓക്കെ. അതേസമയം വെയിറ്റ് എന്താണ്? ഡിപ്പെൻഡൻ്റ് ഓൺ ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. സെൻറ്റർ ഓഫ് ദി എർത്ത് അതിൻ്റെ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും എർത്ത് ഒരു സർക്കിളല്ലേ, അപ്പോൾ എല്ലായിടത്തും എന്തായിരിക്കില്ലേ? ദൂരം സെയിം ആയിരിക്കില്ല. അങ്ങനെ ആവോ? ഭൂമിയുടെ എല്ലാ സ്ഥലത്തു നിന്നും ആ ഭൂമിയുടെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവോ? ആവില്ല. അപ്പം അങ്ങനെ ഡിസ്റ്റൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? വെയിറ്റിൽ ചേഞ്ച് വരും. ഓക്കെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അതായത് എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെ അപേക്ഷിച്ചാണ് എന്തിരിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിൽ മാറ്റം വരും? വെയിറ്റിൽ മാറ്റങ്ങൾ
സംഭവിക്കും. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് എന്താ വരുന്നേ? നോട്ട് വേരിയബിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? മാറ്റം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നില്ല. നോട്ട് വേരിയബിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? മാറ്റം സംഭവിക്കുന്നില്ല. നോ ചേഞ്ച്, അതായത് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ആർക്ക്? മാസിന് പറഞ്ഞ കാര്യമാണല്ലോ നമ്മൾ. എവിടെയാണെങ്കിലും മാസ് എന്താണ്? മാസിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. എന്താണ്? വെയിറ്റിനെ അപേക്ഷിച്ച് എന്താണ്? മോർ ഇൻ ഇക്വിറ്റർ ദാൻ ഇൻ പോൾസ്. ഇത് നേരെ തിരിച്ചാണ് കേട്ടോ വരിക. ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ എർത്തിൽ നമ്മൾ എന്താ പറയുക, കറക്റ്റ് റൗണ്ട് ഷേപ്പിലാണോ എർത്തിരിക്കണേ? ആണോ? കറക്റ്റ് റൗണ്ടാ? എന്താ? കറക്റ്റ് ഗ്ലോബ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എർത്തിനെയാണ് ചോദിക്കുന്നത്. അതായത് ഗ്ലോബ് എന്ന് പറയുന്നത് എർത്തിന്റെ ഒരു മോഡലാണല്ലോ. ഗ്ലോബ് എന്ന് പറയുന്നത് എർത്തിന്റെ ഒരു മോഡലിനെ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എർത്ത് കറക്റ്റ് റൗണ്ട് ആണോ എന്നാ ചോദിക്കുന്നത്. അതായത് ശരിക്ക് സർക്കിൾ വരയ്ക്കൂല. ആണോ? ശരിക്ക് റൗണ്ട് ആണോ എർത്ത്? അല്ല. എന്ത് മാറ്റമുണ്ട്? എർത്ത് ഇങ്ങനെ ഒരു ഷേപ്പിലാ അല്ലേ? അതായത് കുറച്ചും കൂടി ഒരു ഓവൽ ഷേപ്പിലാ വരിക അല്ലേ? നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് എർത്ത് അല്ലേ? ഇത് എർത്തിന്റെ സെന്റർ ആണ്. ഇവിടേക്കുള്ള ഡിസ്റ്റൻസിനെക്കാട്ടും കൂടുതലായിരിക്കും ഈ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ആണോ? ഇതിന് നമ്മൾ എന്ത് പറയും? അല്ലേ? അതായത് ഈ ഭാഗത്തിന് നമ്മൾ പോൾ എന്ന് പറയും. ഇവിടത്തേനെ നമ്മൾ എന്ത് പറയും? ഇക്വിറ്ററും പോൾസും. കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് പറയുക. അതായത് ഡിസ്റ്റൻസ് കൂടിയ ഭാഗത്തിന് നമ്മൾ ഇക്വിറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? പോൾസ്. ഇവിടെ എവിടെയായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതൽ? ഇവിടെ ആയിരിക്കും. പോൾസിലായിരിക്കും എന്ത് കൂടുതൽ? അതായത് ഗ്രേറ്റർ. ഇക്വിറ്ററിൽ എന്താണ്? മിനിമം. മനസ്സിലായോ? അതായത് ഡിസ്റ്റൻസ് കുറവുള്ളതുകൊണ്ട് തന്നെ പോൾസിൽ എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഇക്വേഷൻ വെച്ച് എന്താണ് വരിക? m×g അല്ലേ? g കൂടുതലായി കഴിഞ്ഞാൽ എന്ത് കൂടും? വെയിറ്റ് കൂടും അല്ലേ? ഇൻറ്റു അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പം ഇതിൽ എവിടെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതൽ ഉണ്ടാവുക? പോൾസിൽ. അപ്പോൾ അവിടെ തന്നെയായിരിക്കും എന്തും കൂടുതൽ? വെയിറ്റും കൂടുതൽ എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. പോളിലായിരിക്കും എന്ത് കൂടുതൽ? വെയിറ്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടുതൽ. ഇക്വിറ്ററിൽ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം എന്താ? ഇക്വിറ്ററിൽ എർത്തിന്റെ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ.
അതായത് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുന്തോറും എന്ത് കുറയും? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയില്ല ചെയ്യുക. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവാ. പോകുന്ന സമയത്ത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും അല്ലേ? ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും. അതായത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇക്വിറ്ററിലേക്ക് പോകുന്തോറും കൂടുകയാണ് ചെയ്യുക. പോൾസിൽ കുറവായിരിക്കും, ഇക്വിറ്ററിൽ കൂടുതലായിരിക്കും. അപ്പോൾ വെയിറ്റ് എവിടെയായിരിക്കും കൂടുതൽ? പോൾസിലായിരിക്കും കൂടുതൽ. ഇക്വിറ്ററിൽ എന്തായിരിക്കും? പോൾസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ക്ലിയർ അല്ലേ ഈ സംഭവം? പോൾസും ഇക്വിറ്ററും. അതായത് ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റിൽ ചേഞ്ച് വരിക. മനസ്സിലായോ? മാസിൽ, അതായത് നമ്മുടെ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ഗ്രാവിറ്റി. മാസിൽ ഒരിക്കലും ചേഞ്ച് വരില്ല അല്ലേ? മാസിൽ നമ്മൾ പറഞ്ഞു ഏത് പ്ലേസിലാണെങ്കിലും എവിടെയാണെങ്കിലും മാസിന് ചേഞ്ച് വരില്ല. പക്ഷെ എന്തിനാണ് ചേഞ്ച് വരിക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ചേഞ്ച് വരും. എങ്ങനെയാണ് ചേഞ്ച് വരിക? എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. മനസ്സിലായോ? ഡിസ്റ്റൻസ് കൂടിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. അത് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എന്ത് പറയും? ശൂന്യാകാശമൊക്കെ എത്തുമ്പോൾ എന്താണ്? ഗ്രാവിറ്റി ഉണ്ടോ? ഗ്രാവിറ്റി ഉണ്ടോ അവിടെ? ഇല്ല. ആ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. അതായത് എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഗ്രാവിറ്റി ഉണ്ടാവില്ല. ഗ്രാവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? വെയിറ്റും കുറയും. ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടും അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ അപ്പം കഥ? എർത്തിൻ്റെ സെൻറ്ററിലത്തെ കഥ. അടുത്ത എന്താണ്? മാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റി. മാസിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല പറയാനായിട്ട് അല്ലേ? അതുകൊണ്ട് തന്നെ മാസ് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വെയിറ്റ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഏതാ ഡയറക്ഷൻ? എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഓക്കെ ആണോ? ശോഭി വന്നിട്ട് അടുത്ത പോയിന്റ് എന്താണ്? മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താ അപ്പോൾ? വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? നമുക്ക് ഷോർട്ടാക്കിയിട്ട് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. വെയിറ്റ് ഇസ് ഈക്വൽ ടു, അതായത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു ജി. അങ്ങനെ ആയാലും എഴുതിയാൽ മതി. ഇവിടെ എന്തെഴുതും? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇവിടെ എന്താണ് ഒരു ഇക്വേഷൻ? വെയിറ്റ് എന്താണ്? വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഓക്കെ ആണോ? അടുത്ത പോയിന്റ് എന്താണ്? മെഷേർഡ് യൂസിങ് കോമൺ ബാലൻസ്. എന്താ കോമൺ ബാലൻസ്? എന്താ കോമൺ ബാലൻസ്? ഈ ത്രാസ് അല്ലേ? ഒരു സൈഡിൽ വെയിറ്റ് വയ്ക്കും, ഒരു സൈഡിൽ നമുക്ക് വേണ്ട സാധനം വയ്ക്കും അല്ലേ? കണ്ടിട്ടില്ലേ ത്രാസ്? അതാണ് കോമൺ ബാലൻസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെഷീൻസൊക്കെ കണ്ടിട്ടില്ലേ ഷോപ്പുകളിൽ, കടകളിൽ ഡിജിറ്റലായിട്ട് അറിയുന്നത് വെയിറ്റ്, അതൊക്കെ കോമൺ ബാലൻസ് ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മാസ് കണ്ടുപിടിക്കുക. പക്ഷേ വെയിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? യൂസിങ്
സ്പ്രിംഗ് ബാലൻസ് കണ്ടിട്ടുണ്ടോ? സ്പ്രിംഗ് ബാലൻസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ സംഭവം മനസ്സിലായിട്ടില്ല എന്താന്നുള്ള. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇതിന്റെ അറ്റത്ത് ഒരു ഹുക്ക് ഉണ്ട്. ആ ഹുക്കില് കാണുന്നുണ്ടോ? സ്ക്രീൻ പോയോ? പോയിരിക്കാണോ? അതായത് ഇതിന്റെ താഴെ ഒരു ഹൂക്ക് ഉണ്ട്. ആ ഹൂക്കിൽ നമുക്ക് വേണ്ട സാധനം ഇട്ട് കൊടുക്കും. അപ്പൊ അതില് വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു മീറ്റർ ഉണ്ട് അതില്. ആ മീറ്ററിൽ മൂവ്മെന്റ് സംഭവിച്ച് നമുക്കത് അറിയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പ്രിംഗ് ബാലൻസ്. കണ്ടോ ഇതിൽ സ്പ്രിങ്ങില് മൂവ്മെന്റ് സംഭവിക്കുന്നു. ഇതിൽ കണ്ടോ ഈ ഫിഗറില് ആ സ്പ്രിങ്ങിന് മൂവ്മെന്റ് സംഭവിക്കുമ്പോഴാണ്, അതായത് എത്രത്തോളം വെയിറ്റ് അതിലുണ്ടെന്ന് അറിയാനായിട്ട്. ഓക്കെ, ആ സ്പ്രിങ്ങിന് മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ അവിടുത്തെ വെയിറ്റ് അറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? സ്പ്രിംഗ് ബാലൻസ് മനസ്സിലായില്ലേ? എന്താ? ഞങ്ങളെ റൂമിൽ ലഗേജ് ഒക്കെ തൂക്കാൻ ഉപയോഗിക്കുന്നത്. എന്ത് തൂക്കാനായിട്ട്? ഞങ്ങള് ഇവിടുത്തെ സാധനം നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ബാഗ് തൂക്കി 20 കിലോ ആണ് 30 കിലോ ആണെന്നൊക്കെ വെയിറ്റ് നോക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും സ്പ്രിംഗ് ബാലൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത് ഡിഫറൻസ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരു 3 എണ്ണം നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റ്, പിന്നെന്താണ് ഇക്വേഷൻ, പിന്നെ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, പിന്നെ ഒരെണ്ണം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. പിന്നെന്താണ് നോട്ട് വേരിയബിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. മാസിന് എന്ത് സംഭവിക്കുന്നില്ല, എല്ലാ പ്ലേസിലും ഒരുപോലെ ആയിരിക്കും. വെയിറ്റ് എന്താണ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം അടുത്ത ടോപ്പിക് എടുക്കാം. അടുത്ത എന്താണ് വരുന്നത്? വോളിയം. അടുത്ത എന്താണ്? വോളിയം. ഇനി വോളിയം പറയാ. വോളിയം എന്താണ്? നമ്മൾ വോളിയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വോളിയം എന്താണ്? വോളിയം ഈസ് ദി സ്പേസ് ഓക്യുപ്പൈ ബൈ എ ബോഡി. ഒരു ബോഡിയിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വോളിയം എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു വെള്ളം കുപ്പി എടുത്ത് വാട്ടർ ബോട്ടിൽ മേടിച്ചു, നമ്മൾ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ അല്ലേ, അത് എങ്ങനെയാണ് അതിൻ്റെ വോളിയം പറയുക? 1 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി അല്ലേ. എന്താണ് അതിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്? 1 ലിറ്റർ വെള്ളം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ ഉള്ളിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വോളിയം. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മളൊരു പ്രഷർ കുക്കറാണെന്ന് വിചാരിക്കും. പ്രഷർ കുക്കറിൽ നമ്മൾ പറയും അതിൻ്റെ കപ്പാസിറ്റി 2 കിലോ ആണ് അല്ലെങ്കിൽ 5 കിലോ ആണെന്ന്. കാരണം എന്താ? അതിന് അത്രത്തോളം വോളിയം ഉണ്ടായില്ലേ. അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 5 ലിറ്ററിൻ്റെ കുക്കർ, 2 ലിറ്ററിൻ്റെ കുക്കർ എന്നൊക്കെ പറയും നമ്മൾ അല്ലേ. എന്താണ് അതിൽ അത്രത്തോളം ആ വെയിറ്റ്, ആ അത്രത്തോളം അതിൽ സ്പേസ് ഉണ്ട്. ആ വോളിയം ബെയർ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അത് താങ്ങാനായിട്ടുള്ള എന്തുണ്ട്, അത്രത്തോളം സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിനെയാണ് അതിൻ്റെ വോളിയം എന്ന് പറയാം. ക്ലിയർ ആണോ?
വോളിയം. വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? മാസ് ബൈ ഡെൻസിറ്റി. മാസ് ബൈ ഡെൻസിറ്റി എന്താണ്? വി ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി കേട്ടോ. വോളിയം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഓരോ ഇക്വേഷനും വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻസ് നോക്കി വയ്ക്കുക. വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ ഈ ഡെൻസിറ്റി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡെൻസിറ്റി എന്താണ്? നമ്മൾ പറഞ്ഞു മാസ് വെയിറ്റ് ഡെൻസിറ്റി. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ? നമ്മൾ ഡെൻസിറ്റിയിലേക്ക് കിടക്കാം. എന്താണ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ? ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് മാസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉള്ള മാസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻസിറ്റി എന്ന് പറയുക. ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻസിറ്റി എന്ന് പറയുക. ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാതും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഒരു മാറ്റർ കൊണ്ടാണ് അല്ലേ? ഇപ്പോൾ ഇതൊരു വസ്തു. ആ വസ്തുവിൽ മാറ്ററുകളുണ്ട്. ഈ മാറ്ററുകളിൽ ഒരു യൂണിറ്റ് നമ്മൾ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു യൂണിറ്റ് വോളിയം. അതിലെത്രത്തോളം മാസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻസിറ്റി എന്ന് പറയുക. സ്പെസിഫൈ ചെയ്ത ഒരു യൂണിറ്റ് എടുക്കുകയാണ്. ആ യൂണിറ്റിലുള്ള മാസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നോട്ട് ചെയ്തോട്ടെ. അതിന് ഇക്വേഷൻ നോട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു, നോട്ട് തരുമ്പോൾ അതിൽ ആഡ് ചെയ്തിട്ട് തരാം കേട്ടോ. മാസ് ബൈ വോളിയം. എന്താണ്? മാസ് ബൈ വോളിയം. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ മാസ് ബൈ വോളിയം, ആ വോളിയത്തിലുള്ള മാസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇന്ന് ഇത്രയാണ് എടുക്കുന്നത്: മാസ്, വെയിറ്റ്, ഡെൻസിറ്റി. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ചെയ്യാനുള്ള. കുറച്ച് തിയറിയും കൂടി ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നത്തെ ഡൗട്ട് വല്ലതുണ്ടോ? ഡൗട്ട് അന്നാന്ന് മാക്സിമം അന്നാന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ? അതൊന്ന് റെക്കോർഡ് ക്ലാസ് കേൾക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കണം കേട്ടോ. സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മാസ്, വെയിറ്റ്, ഡെൻസിറ്റി. ഇതിൻ്റെ ഡെഫിനിഷൻസ് ചോദിക്കും. പിന്നെ മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം ചോദിക്കാം. മാസ് കാണാൻ, അല്ലെങ്കിൽ വെയിറ്റ് കാണാൻ, അല്ലെങ്കിൽ ഡെൻസിറ്റി കാണാൻ, അല്ലെങ്കിൽ വോളിയം കാണാനുള്ള ചെറിയൊരു പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അത്രയൊക്കെ ഇതിന് ചോദിക്കുകയുള്ളൂ. അത്ര വലിയ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ ഒന്നുമില്ല. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പം നാളെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ മാക്സിമം വരാൻ പറ്റുന്നവർ വരിക കേട്ടോ. വരുന്നവർ നോട്ട്സ് കൊണ്ടുവരിക. ചെക്ക് ചെയ്ത് തരാം. മാത്സ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും. മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നോട്ട്സ് ചെക്ക് ചെയ്യാനുണ്ടാവും. നോട്ട്സ് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.